ഹലോ മമ്മൂഷ് എഴുന്നേറ്റില്ലേ? എഴുന്നേര് പൊന്നാ, പോണ്ടേ നമുക്ക്? പോണ്ടേ? ഒരിടം വരെ പോവാ. കൊല്ലത്തോ? കൊല്ലത്ത് പോവാ ഗൈസ്, കൊല്ലത്ത്. ഹലോ സിക്സ് പാക്ക് എവിടെ പോന്ന്? സിക്സ് പാക്ക് പോണ്ടേ? എഴുന്നേറ്റ് കുളിക്ക്. നമ്മളെങ്ങോട്ടാ പോണത്? അനങ്ങത്തില്ല, എന്തെങ്കിലുമൊക്കെ പറ വീഡിയോയിൽ. അയ്യോ വെട്ടമിട്ടില്ല. ഹലോ സംസാരിര് എന്തെങ്കിലും. മൊമ്മൂസേ എണ്ണീര്. അപ്പോൾ ഗൈസ് മൊമ്മു എഴുന്നേറ്റിട്ടുണ്ട്. മൊമ്മു എഴുന്നേറ്റുടനെ ഒരു കാര്യം ചെയ്യുവേ. കണ്ടോണേ, നിങ്ങൾ കണ്ടോണേ. ഇതൊന്നും നീ ചെയ്യുന്നേ? എന്ന് രാവിലെ എഴുന്നേറ്റ് ഇതാണോ ചെയ്യുന്നേ? മോമു ഒരു കാര്യം ചെയ്യുവേ. മറന്നുപോയോ? ഷോ, എന്താ ചെയ്യാനേ? രാവിലെ എഴുന്നേറ്റിട്ട് എന്താ ചെയ്യുന്നേ? കലണ്ടർ നോക്കത്തില്ല. കലണ്ടറിൽ ഇന്ന് മറന്നുപോയോ? കലണ്ടറിൽ നോക്കാൻ മറന്നുപോയോ? അതെന്താ ഇന്ന് മറന്നുപോയത്? എന്ന് രാവിലെ എഴുന്നേറ്റ് കലണ്ടറിലാണ് നോക്കുന്നേ. അയ്യോ ഇന്ന് മറന്നുപോയി കുഞ്ഞ്. എത്രയായി ഇന്ന്? എത്രയായി മോമോന്ന്? 2ഓ? ഇനി എത്ര ദിവസം ഉണ്ട്? എന്നാണ് കുഞ്ഞ്? അതോ അതതിലാന്നോ? എന്തോ അത് ബർത്ത്ഡേയോ? ബർത്ത്ഡേ എന്തോതിനാ നോക്കി ഇരിക്കുന്നേ കുഞ്ഞ്? അമ്മ മറന്നു പോയിരിക്കാനോ? അതിനാണോ നോക്കുന്നേ? കള്ള ചെറുക്ക. എന്തിനാ നോക്കുന്നേ? പറ, സത്യം പറ. എന്തോ മുമ്പിന് വേണ്ട ബർത്ത്ഡേക്ക്? എന്താ വേണ്ടേ? അയ്യാടാ, അതിനല്ലേ കാത്തിരിക്കുന്നേ? അതിന് കാറ് വാങ്ങിക്കുന്നില്ല. പൈസ ഇല്ല ഇല്ലേ? കണ്ടോ, കാറ് വാങ്ങിക്കുന്നില്ല. കണ്ടോ കുഞ്ഞ് ബർത്ത്ഡേ നോക്കി ഇരിക്കുവാണ്. ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് കലണ്ടറിലാണേ പോയി നോക്കുന്നത്. പക്ഷേ ഇന്ന് മറന്നു പോയി കേട്ടോ. ഞാൻ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. കലണ്ടറിൽ പോയി നോക്കും. രാവിലെ എഴുന്നേറ്റ് ഉടനെ ഓടും കലണ്ടറിൽ നോക്കാനായിട്ട്, ഇല്ലയോ? കലണ്ടർ നോക്കാനായിട്ട് ഓടിയിട്ട് ഇന്ന് എത്ര തീയതി എന്നോട് ചോദിക്കും. അപ്പം അവനറിയാം അവൻ്റെ ബർത്ത്ഡേ എന്നാ മോനെ ബർത്ത്ഡേ? എത്രാം തീയതിയാ? അതെത്ര തീയതി? അതെത്ര? 5. 5-ാം തീയതി. 5 ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് 5-ാം തീയതി. അപ്പോൾ ഇന്ന് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? കൊല്ലമല്ല, കരുനാഗപ്പള്ളി. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ് കുഞ്ഞിന്. പല്ലൊക്കെ തേക്കട്ടെ, കഴിക്കണം. മോമോന് ദോശ കൊടുക്കണം. ദോശ കഴിക്കണ്ടേ? വണ്ടി എന്തോലും വാങ്ങിച്ചു തരത്തില്ല. പൈസയില്ല കയ്യിൽ. പൈസയ്ക്ക് എന്തോ ചെയ്യും? പൈസ ഇല്ലല്ലോ. അയ്യോ, കുഞ്ഞിൻ്റെ പൈസ ഉണ്ടോ? എന്താ കുഞ്ഞിൻ്റെ പൈസ? എന്തേ വഞ്ചി നോക്കി കാണിക്കുമ്പോൾ കുരിപ്പ്. കുഞ്ഞിൻ്റെ എന്തായിരുന്നു പൈസയാണ്. വഞ്ചി നിറയെ കുഞ്ഞിൻ്റെ പൈസ. പൊങ്ങുന്നില്ല അങ്ങോട്ട്. അയ്യോ, ഇതാണോ പൈസ? ആ പൈസ കൊണ്ട് നമുക്ക് വാങ്ങിക്കാം അല്ലേ? കാറ് വാങ്ങിക്കണം അല്ലേ? കാറിന് ആഗ്രഹിച്ചിരിക്കും കേട്ടോ എൻ്റെ കുഞ്ഞ്. പക്ഷെ കാറ് വാങ്ങിക്കുന്നില്ല. അതാ ഓരോ ദിവസം എഴുന്നേറ്റ് കലണ്ടറിൽ നോക്കുന്ന ഡേറ്റ് എത്രയായിരുന്നു. അപ്പോൾ വാ, ഞങ്ങൾ പക്ഷെ കാറ് വാങ്ങിക്കുന്നില്ല ഇല്ലേ മുത്തേ? വാങ്ങിക്കുന്നില്ല. പൈസ വേണ്ടേ? ആ പൈസ അത് പൊട്ടിക്കത്തില്ല. അത് പിന്നെ നിറഞ്ഞിട്ടാ പൊട്ടിക്കുന്നത്. യോ എന്തോ ചെയ്യും ഇപ്പം? വാ, എന്തായാലും പല്ലിയേക്കാം വാ. അങ്ങനെ ഞങ്ങളുടെ മോമോസ് ഒരുങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ബർത്ത്ഡേ കുട്ടി ഒരുങ്ങി ചുണ്ടനായിട്ടുണ്ട്. പൗഡർ ഇട്ടില്ലേ അമ്മച്ചി? പാന്നാ
ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഗൈസ്. ഹലോ ഗായ്സ്. അപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുങ്ങി, ഞാനും ഒരുങ്ങി. അപ്പോൾ ഞങ്ങൾ പോവാണ്. കരുനാഗപ്പള്ളിയിലാണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. ഇവിടെ അടൂർ ഡ്രസ്സ് കടയൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ കരുനാഗപ്പള്ളിയിലെന്നും ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. പെരുന്നാളിനാണെങ്കിലും കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്കാണെങ്കിലും കരുനാഗപ്പള്ളിയിൽ നിന്നാണ് എടുക്കുന്നത്. മോനാണെങ്കിൽ വണ്ടി വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വണ്ടി വാങ്ങിച്ചു കൊടുക്കത്തില്ല എന്ന് ഞങ്ങൾ കള്ളം പറഞ്ഞേക്കുവാണ്. അപ്പോൾ സർപ്രൈസായിട്ട് ബർത്ത്ഡേയുടെ അന്ന് അവന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അവനോട് പറയുന്നത് വാങ്ങിച്ചു തരത്തില്ല, പൈസ ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതാണ് നേരത്തെ ഞാൻ അങ്ങനെ പറഞ്ഞത്. ട്രെയിൻ വരും, ഇപ്പം ട്രെയിൻ വരും. കുയ് കുയ് ട്രെയിൻ വരുമോ അപ്പോൾ? ട്രെയിൻ പോകുന്നേ. കരുനാഗപ്പള്ളി ഇല്ലയോ? കരുനാഗപ്പള്ളി. ഇഷ്ടപ്പെട്ടോ? അത് ഇതൊക്കെ ഉണ്ട്. ഇത് അതെന്തോ ഇത് കുച്ചാണ്ടിയോ? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, രസമുണ്ട്. അവ എടുത്തോണ്ട് വന്നെയാ? ആ കൊള്ളാടാ. തിരിഞ്ഞ് കാണിച്ചേ, തിരിഞ്ഞ് കാണിയില്ലേ? ആ അത് കൊള്ളാം, രസമുണ്ട്. നേരെ എടുത്ത് പോയി. ഒന്ന് പിടിച്ചു വയ്ക്കാം നമുക്ക്. എവിടെ നോക്കൂ, ഡ്രസ്സ് എടുത്തത് നോക്കുമോ. ഞങ്ങൾ എസ് ഭാരതി വന്നു ഗൈസ്. എസ് ഭാരതിയിൽ വന്നു. അവിടുന്ന് വെസ്റ്റ് ഇന്ത്യയിലൊന്നും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് എസ് ഭാരതിയിലോട്ട് വന്നു. എന്താണ് ജീപ്പോ? അതിനകത്ത് ജീപ്പുണ്ട്, അത് നോക്കിക്കൊണ്ടിരിക്കുക എടുക്കാമെന്ന്. എങ്ങനെയെങ്കിലും കൊറിയൻ ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട്, നോക്കാം. അവർ വന്നില്ല. നീ ഇവിടെ ഇരുന്നോ. ഓരോരുത്തർ വരുമ്പോൾ എടുത്തു കൊടുക്ക്, ഇവിടെ ആരും ഇല്ലെന്ന്. രസമുണ്ട്. പാൻറ് നോക്കട്ടെ, കാണി. പാൻറ് ഇഷ്ടപ്പെടുന്നില്ല ഗൈസ്. എത്ര പാൻറ് ഇട്ട് നിങ്ങൾ അല്ലേ മജി? എന്ത് ബാഗ് കാർഡ് കൊടുത്തല്ലേ കിട്ടും. അത് ബാഗ് നമ്മളാ ഇവിടെ വെച്ചിട്ട് വന്ന്. ഞാൻ സ്കൂട്ടി വെച്ചിട്ട് വന്നു ബാഗ്. കണ്ടില്ല. ആറും വാങ്ങിക്കുന്നില്ല. ഉടുപ്പ് കാർ മോമോന് വിശക്കെന്ന് പറഞ്ഞു കേട്ടോ, അങ്ങനെ ഇവിടെ വന്ന് കഴിക്കാൻ. ഇത് പോക്കറ്റ് ഷവർമ്മയോ? പോക്കറ്റ് ഷവർമ്മ കൊള്ളാവോ മോമോ? കൊള്ളാവോ? വിശന്ന് പോയേട്ടോ.
നോക്കകത്ത് കയറി കളക്ഷനൊക്കെ ഉണ്ടോയെന്ന്. വെളി ഇഷ്ടംപോലെ കിടക്കുന്നു. എല്ലാ വട്ടവും വേറെ പാൻറ്റ്, ഷർട്ട്, നിക്കറ്, ഷർട്ട് അങ്ങനെയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ വട്ടം ഒന്ന് വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. കൊറിയൻ ഡ്രസ്സ് ഇപ്പോൾ എല്ലാവരും കൊറിയൻ ഡ്രസ്സാണ് ഇടുന്നത്. അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞിന് നല്ല മുടിയുള്ളതുകൊണ്ട്, മോന് നല്ല മുടിയുള്ളതുകൊണ്ട് അത് നല്ല കണക്ക് ചേരും കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് അതിൻ്റെ മാത്രമായിട്ടുള്ളൊരു കടയിൽ പോയി കേട്ടോ. പക്ഷെ അവിടെ കുഞ്ഞിന് ചേരുന്ന ഒന്നുമില്ലായിരുന്നു. അവന് ചേരുന്ന സൈസിന് ഉള്ള ഇതില്ലായിരുന്നു. എല്ലാം കുഞ്ഞു പിള്ളേരുടെ സൈസിന് ഉള്ളായിരുന്നു. ഞങ്ങളങ്ങനെ സുറുമാസിൽ വന്ന് ഗൈസ്, സുറുമാസിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ പോരാ, ഒന്നും ചേരുന്നില്ല. അപ്പോൾ ഒന്നും ചേരുന്നില്ല കേട്ടോ, എല്ലാം ചെറുതാണ്, അതിനുള്ള സൈസില്ല. സുറുമാസിൽ നോക്കാം നമുക്ക്. 6. അങ്ങനെ റിബ് വരുന്ന ടൈപ്പ് കൊറിയൻ ടൈപ്പ് ഒക്കെ ഉണ്ടോ? നേരുന്നില്ലേ ഈ കൈക്ക് ഒരു ഉടുപ്പെടുത്ത് കേട്ടോ. ഇട്ട് നോക്കാം, ഇപ്പോൾ വരും, കാണിച്ചു തരാവേ. കുഴപ്പമില്ല. രസമുണ്ട്, ഫിറ്റായിട്ട് കിടക്കുന്നു. കൊള്ളാം, രസമുണ്ട്. കൊള്ളാം. ഇപ്പോഴത്തെ മോഡലാണെന്ന് തോന്നുന്നു. കൊള്ളാം. അപ്പോൾ ബെന്നിന് വിട്ടു നോക്ക്. കൊള്ളത്തില്ലെന്നോ? എന്നാ ഈ ബെന്നിന് ഇട്ട് നോക്ക്. എന്നാ ആ ബെന്നിനും കൂടി ഇട്ട് നോക്ക്. അവനെയോ? അവനതിനകത്ത് കയറിപ്പോയി. വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഇപ്പോൾ വരും. ഇവിടെ ഷർട്ടിൻ്റെ ബെഡ്സിൻ്റെയിലാണ് ഇപ്പം നിൽക്കുന്നത്. തിരി ഇത് ചേരുന്നതൊക്കെ ഇതേപോലത്തെ ഒക്കെ ഇടുക. അവിടെ ഷർട്ടും വാരിയിട്ട് അതാ കൊള്ളാല്ലേ അമ്മ? ഇത്താക്കി ചേരുന്നുണ്ടല്ലേ? ഇത്താക്കി തുറന്നത് എടുക്കാൻ. പെരുന്നാളിനിടാം. എടുക്ക്, പെരുന്നാളിനിടാം. അതല്ല, ആ ഷർട്ട് നല്ലതാ. ഹലോ, വീട്ടിൽ പോകുന്നില്ലയോ? ഞങ്ങളങ്ങനെ പ്രത്യേക സമ്മാനമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഇവിടെ ഇരിക്കുക. വാങ്ങിച്ചെന്ന് പറ. വണ്ടിയില്ല, വണ്ടിയില്ല. അതാ
ഉടുപ്പ് വേണ്ടെന്ന് എത്ര വട്ടം പറഞ്ഞു കുഞ്ഞ്, നിങ്ങൾ ഇന്നലെ കേൾക്കാത്തേ? ഇല്ല, വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ ഉടുപ്പ് മേടിച്ച് കഴിഞ്ഞാൽ വണ്ടി കിട്ടും. അതിന് നേരത്തെ പറഞ്ഞതാണ്. അന്നേ പറഞ്ഞായിരുന്നല്ലോ. വണ്ടിയും കേക്കും ഉടുപ്പും മേടിച്ച് കഴിഞ്ഞാൽ വണ്ടി മേടിച്ച് തരുന്നു പറഞ്ഞു. ഉടുപ്പ് വാങ്ങിച്ച് മതി, അതേ ഉള്ളൂ. കേക്ക് വാങ്ങിക്കും. ഈ കേക്ക് വേണ്ടെന്ന് പറഞ്ഞു. ലാഭമായിരിക്കും. ഇനി എങ്ങോട്ടാണ്? നീ വീട്ടിൽ പോകും. നീ വീട്ടിലോട്ട്. ഫുഡടിക്കുന്ന വീട്ടിൽ പോകും. എന്താണ് ഫുഡ്? തിന്നാൻ എന്തുവാണ്? ദോശയോ ചമ്മന്തി മേടിച്ചായിരിക്കണം. എനിക്ക് വേണ്ട. അടിപൊളി ദോശ ചമ്മന്തി തിന്നാലോ? ഡ്രസ്സൊക്കെ ആയി. പോസ്. ഡ്രസ്സ് കാണിച്ച് എന്നാണ് എടുത്തതെന്ന് ഇനി ബർത്ത്ഡേയുടെ തന്നെ കാണിക്കും ഇല്ലയോ? ബർത്ത്ഡേയുടെ തന്നെ ഞങ്ങൾ കാണിക്കും. ഏത് ഡ്രസ്സാന്ന് ബർത്ത്ഡേയുടെ എന്ന് പറയത്തോളൂ കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല ഏത് ഡ്രസ്സാന്ന്. കുറേ ഡ്രസ്സ് കാണിച്ചിട്ടുണ്ട്. അതിലൊരെണ്ണം എടുത്തത് ഇല്ലയോ? അതിലൊരെണ്ണം എടുത്തേ. അത് ബർത്ത്ഡേയുടെ അന്ന് ഞങ്ങൾ കാണിക്കും ഏതാന്ന്, ഇല്ലയോ? അയ്യേ, നിനക്കല്ല, ഗായ്സിന്. അവിടെ ഒരു ജ്യൂസ് കടയുണ്ട് കണ്ടോ, ജ്യൂസ്. അവിടുത്തെ ജ്യൂസൊക്കെ അടിപൊളിയാണ് ഇല്ലയോ? മുന്തിരി ജ്യൂസ് ഇല്ലയോ? പാൽമുന്തിരി. അവിടുത്തെ പാൽമുന്തിരി അടിപൊളിയാണേ. എസ് ഭാരതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന കടയിലാണേ. അടിപൊളിയാണ് അവിടെ ഈ കട. സൂം ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടോ? അവിടുത്തെ പാൽമുന്തിരി അടിപൊളിയാണ്. പാൽമുന്തിരി കുടിച്ചാലോ? പാൽമുന്തിരി കുടിക്കായിരുന്നു. നോമ്പ് മുറിച്ചു. നോമ്പായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ ഇവിടുന്ന് നോമ്പ് മുറിച്ചേ.